ഹലോ. അപ്പോൾ ഞങ്ങൾ ചുരത്തിലാണുള്ളത്. ഞങ്ങൾ അങ്ങാടിപ്പുറം പോവാണ്. ഏട്ടൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ഒരു സർപ്രൈസ് വിസിറ്റ്. അപ്പോൾ അവിടെ ആളുണ്ടോ, എന്താ അവസ്ഥ ഒന്നും അറിയില്ല. നമുക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇന്ന് പോയി നോക്കാം. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. ഞങ്ങൾ കുറച്ച് ആൾക്കാരില്ലാത്തടത്തായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ വണ്ടി അങ്ങ് കൈയടക്കി. പിന്നെ എടുക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി കുറച്ച് സമയം. അവിടെ ആൾക്കാർ കുറവായിരുന്നു. ആ ഒരു സ്ഥലം നോക്കി നിർത്തിയതാണെന്നുണ്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങൾ അടിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പോകുന്നത് വരെ കാത്തു നിൽക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. അപ്പോൾ അവർ പോകുന്നത് വരെ കാത്തു നിന്ന് പോയൊരു തക്കത്തിൽ അപ്പം വണ്ടി എടുത്ത് ഇറങ്ങുമായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാണ് ചുരത്തിൽ നിന്നുള്ള കാഴ്ച. നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല. വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ചുരത്തിൽ വണ്ടി നിർത്തിയിടുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആൾക്കാരില്ലാത്തടത്ത് നിർത്തിയിടാൻ നിൽക്കണ്ട. ബൈക്കുകാർ അങ്ങനെ നിർത്തിയിടാൻ നിൽക്കണ്ട കേട്ടോ. കുരങ്ങിൻ്റെ ശല്യം വല്ലാണ്ടേ ഉണ്ടാവും. അപ്പം കാറാണെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്കാരില്ലാത്തടത്തേക്ക് നിർത്തിയിടാൻ ശ്രമിക്കുക പരമാവധി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ട്രാവലറിനായാലും ബസ്സിൽ നിന്നായാലും ഒരുപാട് വേസ്റ്റ്, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആയാലും ഫുഡ് വേസ്റ്റ് ആയാലും ഒക്കെ കളയുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നുണ്ടായിരുന്നു. അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നല്ല വൃത്തിയോടെ യാത്ര ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ ചുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ചുരം വൃത്തിയാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണല്ലോ. അങ്ങനെ ഒരുപാട് വേസ്റ്റ് അങ്ങനെ പുറന്തള്ളുന്നത് നിർത്താൻ ശ്രമിക്കുക. പരമാവധി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് എടുത്ത് കളയാൻ ശ്രമിക്കുക കേട്ടോ. ബൈക്ക് എടുത്ത് പോയതുകൊണ്ട് വലിയ ബ്ലോക്കിൽ കുടുങ്ങാണ്ടേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബൈക്ക് എടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. കാർ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. മഴക്കാറുണ്ട്. പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ വേണ്ട, ബൈക്ക് തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ. പിന്നെ ഒരു ട്രാവലർ വഴിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ KSRTC ഇപ്പുറത്തോട്ട് എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ആ ഡ്രൈവർ പാവ കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ട്രാവലർ വഴിക്കായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ടി വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രൈവർമാരുടെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ. ഒന്ന് ഓർത്ത് നോക്കി. എനിക്കൊക്കെ ഒരു ചുരം ഒന്ന് ഇറങ്ങി കയറുമ്പോഴത്തേക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാവും. അപ്പോൾ ഇവർ 2-3 പ്രാവശ്യം പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ഇതായിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അപ്പോൾ അവരെ ഒരു ഇതും കൂടെ എല്ലാവരും മനസ്സിലാക്കുക, ശ്രമിക്കുക. അപ്പോൾ ഞങ്ങളുടെ മുന്നിലും ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് KSRTC ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ വേണ്ട. അപ്പോൾ ഞങ്ങൾ ചുരം ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ അവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ആരും അവിടെ വണ്ടി വെച്ചിട്ട് അങ്ങനെ നടന്ന് പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ ചെയ്തത്, നമ്മൾ വരുമ്പോൾ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളിത് ചൂടാവണ പോലെ നമ്മളെ ഇങ്ങോട്ടേക്ക് അടിക്കാൻ വരിക. അപ്പോൾ നമ്മൾ കുറേ അവർ പോകുന്നവരെ കാത്തു നിന്നു, വേറെ വഴിയില്ലല്ലോ. അപ്പം അവർ പോയൊരു സമയത്ത് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. പിന്നെ നിറച്ച് ട്രാവലറായിരുന്നു. വയനാട്ടിൽ നിറച്ച് ടൂറിസ്റ്റുകാരാണ് ഇല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കാണ്. അപ്പോൾ വെക്കേഷൻ ടൈം കഴിയാറായി. അതിൻ്റെ ടൂറിസ്റ്റുകാരായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും സ്കൂൾ കൂട്ടുന്നതിനിടയ്ക്ക് എല്ലാ സ്ഥലത്തുനിന്ന് പോയി വരാമെന്ന് വെച്ചിട്ട് പോയതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഹോട്ടൽ പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയും കണ്ടില്ല. ഒന്നാമത് ലീവാന്ന് തോന്നുന്നു. കുറേ കടകൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്കൊരു ഹോട്ടൽ കാണാൻ പറ്റി, ഹോട്ടൽ ബിസ്മി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ കയറിയിട്ട് നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയത്. ചെറിയ കടി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് കയറിയതായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ ഇവിടെ നിർത്തിയിട്ട് ഒരു ഹോട്ടൽ കിട്ടി.
ഇതെവിടെ സ്ഥലം? കാവല്ലൂർ അപ്പുറത്ത് എവിടെയാണ് സ്ഥലം? കറക്റ്റ് സ്ഥലം നമുക്കറിയില്ല. നോക്കി കിട്ടും. എന്താ കഴിക്കുന്നത്? ഇത് കേക്കില്ല. പോണ വഴിക്ക് ഏട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് കരിമ്പിൻ ജ്യൂസ് കുടിച്ചാലോ എന്ന്. ഒന്നാമത് മടിയായിരുന്നു കേട്ടോ. ഒന്നാമത് നല്ല മഴക്കാറും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ജലദോഷം പിടിച്ചിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ മടിയുണ്ടായിരുന്നു. പക്ഷേ ദാഹം കൊണ്ട് വേണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ നമ്മൾ വില്ലേജ് റൂമിൻ്റെ അവിടെ എത്തിയിട്ടോ. അതാണ് റൂം, നേരെ ഓപ്പോസിറ്റ്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ വെല്ലിച്ചൻ അവിടെ നിന്ന് കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇതാ ഈ പോകുന്ന ഓട്ടോയിൽ വെല്ലിച്ചനുണ്ട്. അപ്പോൾ വെല്ലിച്ചൻ മുന്നിലും ഞങ്ങൾ പിന്നിലായിട്ട് അങ്ങനെ പോയി. ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വെല്ലിച്ചൻ്റെ വീട്. ഞങ്ങൾക്ക് പോയി നോക്കാം ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ല. ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ വല്യമ്മയും അവരെ മകനും മകൻ്റെ ഭാര്യയും കുട്ടിയും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇന്ന് പോണ്ടെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിറങ്ങായിരുന്നു ചെയ്തത്. അപ്പോൾ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പെയ്തൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നു കേട്ടോ. പെട്ടെന്ന് തിരിച്ചിറങ്ങി. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ധോണി ആരുണ്ട്? ഓക്കെ, 2 പ്ലേറ്റ് എന്ന് പറഞ്ഞു. അയ്യോ,
ഗുഡ് നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ് ബൈ ബൈ.